അണക്കെട്ട് തുറന്നുവിടുമ്പോഴും കവിഞ്ഞൊഴുകുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ ജലപ്രവാഹത്തിൽ അണക്കെട്ടിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം ഉണ്ടാകാതിരിക്കുന്നതിനാണ് സപ്പോർട്ടിംഗ് ഡാം നിർമ്മിക്കുന്നത്. ലോവർ പെരിയാർ അണക്കെട്ടിന്റെ 250 മീറ്റർ താഴെയാണ് റിഡ്ജ് വിയർ ഡാം എന്ന സാങ്കേതിക നാമമുള്ള ചിറ നിർമ്മിച്ചത്. പുഴയിൽ കുറുകെ കല്ലുകൾ നിരത്തി കമ്പി പാകിയായിരുന്നു നിർമ്മാണം. 96-ൽ പദ്ധതി ഭാഗികമായി കമ്മീഷൻ ചെയ്തപ്പോഴായിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച നിർമ്മാണം അഴിമതി ആരോപണങ്ങൾക്കിടവരുത്തിയിരുന്നു. ഇത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ വശങ്ങളിലെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നുള്ളൂവെന്നും കോൺക്രീറ്റിംഗ് വേണ്ടാത്തതാണെന്നും ബോർഡിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. 140 കോടി ചെലവിട്ട പദ്ധതിയുടെ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച തടയണയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. 2006-ൽ അണക്കെട്ട് കവിഞ്ഞൊഴുകിയപ്പോഴാണ് തടയണ ഈ അവസ്ഥയിലായതെന്ന് നാട്ടുകാർ പറയുന്നു. 41 മീറ്റർ ഉയരമുള്ള അണക്കെട്ട് ഇപ്പോഴേ ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. 14 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ സംഭരിച്ചിരിക്കുന്നത്. കാലവർഷം ശക്തമായാൽ കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. റിഡ്ജ് വിയർ ഡാം ആവശ്യമില്ലെന്നും ഇതില്ലാതിരിക്കുന്നതാണ് നല്ലതെന്നും ബോർഡിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നു. KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.